പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ സംസ്ഥാനത്ത് വ്യാപകമായ സംഘർഷമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. രാവിലെ തന്നെ കുമാർഗഞ്ചിൽ ബിജെപി നേതാവിനെ തൃണമൂൽ കോൺഗ്രസ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിരുന്നു. ഉച്ചവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 61.11% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നന്ദിഗ്രാം, അതോടൊപ്പം തന്നെ ഭവാനിപൂർ തുടങ്ങിയ നിർണായക മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ കനത്ത പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വോട്ടെടുപ്പിനിടെ വിവിധ ഇടങ്ങളിൽ ഇവിഎമ്മിൽ കൃത്രിമം നടന്നതായി വോട്ടർമാരെ തടഞ്ഞതായും ബിജെപി നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനിലെ ബിജെപി ചിഹ്നത്തിന് നേരെ ടേപ്പ് ഒട്ടിച്ച് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത് തടയാനുള്ള ഒരു ശ്രമം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായി പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആസൂത്രിതമായി വോട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിജെപി നേതൃത്വം ആരോപിക്കുകയാണ്. നന്ദിഗ്രാമിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ബിജെപി നേതാവ് സുവേന്ദു അധികാരിയും തമ്മിലുള്ള പോരാട്ടം കടുത്തതോടെ മേഖലയിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും തൃണമൂൽ ബിജെപി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പലയിടങ്ങളിലും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയും അവരെ തിരിച്ചയക്കുന്നതായും ബിജെപി പരാതി ആരോപിക്കുന്നുണ്ട്. കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിലും ആക്രമണ സംഭവങ്ങൾ പശ്ചിമ ബംഗാളിൽ ഒരിടവേളയും ഇല്ലാതെ ഇങ്ങനെ ആക്രമണങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും തുടർന്നുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കോൺഗ്രസ്, അതായത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മമതാ ബാനർജിയുടെ സഹായിയുമായ ജഹാംഗീർ ഖാൻ, പ്രത്യേകിച്ച് പോലീസ് നിരീക്ഷകൻ അജയ് പാൽ ശർമ്മയുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് സംഘർഷത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായി മാറിയാണ് ഫാൽട്ട എന്ന പ്രദേശം. കുടുംബത്തിനും അതോടൊപ്പം തന്നെ ശർമ്മ നൽകിയ മുന്നറിയിപ്പ് ഇതിനകം വാർത്തകളിൽ വലിയ രീതിയിൽ ഇടം നേടിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് മനഃപൂർവ്വം വോട്ടർമാർക്ക് തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നത് തടയുകയാണെന്ന് ബിജെപി സ്ഥാനാർത്ഥി ദേവാൻഷു പാണ്ഡെ ആരോപിക്കുന്നുണ്ട്. ഇതേ മണ്ഡലത്തിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു, കൂടുതൽ കലുഷിതമായി കൊണ്ടിരിക്കുന്നു. വീഡിയോയിൽ കാണുന്നത് പോലെ, അതായത് ദൃശ്യങ്ങളിൽ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ CPM BJP സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അടുത്തായി ടേപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ CPM ഇതുവരെ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. അവർ മൗനത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അവർ ഔദ്യോഗികമായി തന്നെ ഒരു വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ അവരുടേതായ ഒരു സ്റ്റേറ്റ്മെന്റോ അവർ ഇതേവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. സ്ഥാനാർത്ഥിയുടെ അഭിപ്രായത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ തന്റെ പേരിനും പാർട്ടി ചിഹ്നത്തിനും അനുയോജ്യമായ ബട്ടൺ പല ബൂത്തുകളിലും കുടുങ്ങിയിരിക്കുന്നുവെന്നാണ് BJP സ്ഥാനാർത്ഥി ഇപ്പോൾ ആരോപിക്കുന്നത്. വോട്ടർമാർ തനിക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത വിധം ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയുടെ അടുത്തുള്ള ബട്ടൺ ടേപ്പ് ചെയ്തതായി, അത് പുറത്തുനിന്ന് വരുന്നത് വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്ക് BJPയുടെ ബട്ടണിൽ പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് പൂർണ്ണമായി ടേപ്പ് കൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നുവെന്നാണ് BJP നേതാവ് പറയുന്നത്. ഇതിനെ അമിത് മാളവിയ എക്സിൽ എഴുതിയിരിക്കുന്നത് ഡയമണ്ട് ഹാർബറിലെ ഫാൽട്ടയിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന കുറ്റവാളിയായ ജഹാംഗീർ ഖാന് വേണ്ടി മമതാ ബാനർജി ചെയ്ത പണിയാണ് എന്നാണ് പറയുന്നത്. നിരവധി പോളിംഗ് ബൂത്തുകളിൽ BJPക്ക് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ടേപ്പ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നുവെന്നും ഇത് വോട്ടർമാർ അവരുടെ ഇഷ്ടം വിനിയോഗിക്കുന്നതിൽ നിന്ന് ഫലപ്രദമായി തടയുന്നുവെന്നാണ് BJPയുടെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം കുറിപ്പായി രേഖപ്പെടുത്തുന്നത്. അമിത് മാളവിയ ഇതിനെ ഡയമണ്ട് ഹാർബർ മോഡൽ എന്ന് വിശേഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അഭിഷേക് ബാനർജി തന്റെ സീറ്റ് നേടാൻ സഹായിച്ച അതേ രീതിയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ അവലംബിക്കുന്നതെന്നും ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം EVM ബട്ടണുകൾ ടേപ്പ് ചെയ്തതായി ലഭിക്കുന്ന ഏതൊരു റിപ്പോർട്ടും കർശനമായി പരിശോധിച്ച് തെളിവ് സഹിതം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ട അതിലൊരു അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ആ ബൂത്തുകളിൽ റീപോളിംഗ് നടത്തുമെന്ന് പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ രേഖാമൂലം തന്നെ ഒരു മുന്നറിയിപ്പ് ശക്തമായി നൽകിയിട്ടുണ്ട്. 114 നമ്പർ ബൂത്തിൽ നിന്നാണ് സംഭവം റിപ്പോർട്ട് ചെയ്തതെന്നും 170, 189 ബൂത്തുകളിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും അമിത് മാളവിയ പറയുന്നുണ്ട്. എന്നിരുന്നാലും പ്രശ്നം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം EVM മെഷീനുകൾ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്.